ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ? ഇതാണോ നിങ്ങളുടെയൊക്കെ മര്യാദ? ഇതാണോ സഭയിൽ പ്രസംഗിക്കുന്നതിന്റെ രീതി? അപ്പൊ അതിന് ആസ്വാദനമായിട്ട് മുഴുവൻ ഭരണകക്ഷികളും, എന്നിട്ട് തൻ്റെ ആ പ്രയോഗത്തിലെ ആ ഒരു സ്വാരസ്യം ഓർത്ത് സ്വയം ചിരിക്കുന്ന ചിത്തരഞ്ജനെയും നമുക്ക് കാണാമായിരുന്നു. മനോഹരമായ കാവ്യഭാവന, ഉന്നതമായ ചിന്ത, അലങ്കാര പ്രയോഗത്തിലെ പ്രാവീണ്യം, അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായിരുന്നു നമ്മുടെ ചിത്തരഞ്ജൻ സഖാവിന്റെ ആ ഒരു പ്രയോഗം. പക്ഷേ ഈ പ്രയോഗങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്നത്തെ നിർബന്ധം എങ്ങനെയെങ്കിലും ബാനറുകൾ പിടിച്ചു വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പ്രസംഗിക്കും. ചിത്തരഞ്ജനെ പോലെയുള്ളവരാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാദങ്ങളാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിലെ ഉയരം കുറഞ്ഞ ഒരാളെ ഞാൻ പരിഹസിച്ചത്. ഉയരം കുറഞ്ഞൊരു കുറ്റമാണോ സർ? ആ അംഗം 8.25 അട്ടി വെച്ച പോലാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ ചിത്തരഞ്ജന് ആയിക്കൂടെ? കൃത്യമായി പറഞ്ഞാല് അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കരുത്. അത് ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അദ്ദേഹത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ മലയാളം സർവകലാശാലയുടെയോ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ആ വഴിക്ക് ഭാഷ കൂടുതൽ സമ്പുഷ്ടമാവട്ടെ.